നമസ്കാരം. എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ന്യൂ സൌത്ത് വെയിൽസിലെ സെൻട്രൽ കോസ്റ്റ് മേഖലയിലുണ്ടായ വൻ കാട്ടുതീയിൽ 12 വീടുകൾ കത്തിനശിച്ചു. കുളറാം, വോയ് എന്നീ പ്രദേശങ്ങളിലാണ് തീപിടുത്തം കനത്ത നാശം വിതച്ചത്. 40 ഡിഗ്രിയോട് അടുത്ത ഉയർന്ന താപനിലയും ശക്തമായ കാറ്റും തീ അതിവേഗം പടരുവാൻ കാരണമായി. 100 ഹെക്ടറിലധികം സ്ഥലം കത്തിനശിച്ചിട്ടുമുണ്ട്. 12 വീടുകൾ പൂർണ്ണമായും ഭാഗികമായും തകർന്നു. തീയണയ്ക്കുവാൻ 50 ഫയർ ട്രക്കുകളും 250 അഗ്നിശമന സേനാംഗങ്ങളും 9 വിമാനങ്ങളും രംഗത്തുണ്ടെന്ന് പ്രീമിയർ ക്രിസ് മിൽസ് അറിയിച്ചു. കൂടാതെ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് എമർജൻസി സെന്ററും തുറന്നിട്ടുണ്ട്. കാട്ടുതീക്ക് പുറമെ വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കാവുന്ന ഉഷ്ണതരംഗത്തെയും ജാഗ്രതയോടെ കരുതണമെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അഫ്ഗാൻ താലിബാൻ ഉദ്യോഗസ്ഥർക്ക് ഉപരോധങ്ങളും യാത്രാവിലക്കുകളും ഏർപ്പെടുത്തി ഓസ്ട്രേലിയ. രാജ്യത്തെ മനുഷ്യാവകാശ സ്ഥിതി പ്രത്യേകിച്ച് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വഷളാകുമെന്ന് കണ്ടെത്തിയതോടെയാണ് നടപടി. താലിബാൻ സർക്കാരിലെ 4 ഉദ്യോഗസ്ഥർക്ക് ഓസ്ട്രേലിയ സാമ്പത്തിക ഉപരോധങ്ങളും യാത്രാവിലക്കുകളും ഏർപ്പെടുത്തിയിരിക്കുന്നത്. പെൺകുട്ടികളെയും അടിച്ചമർത്തുന്നതിലും നല്ല ഭരണത്തെയോ നിയമവാഴ്ചയോ ദുർബലപ്പെടുത്തുന്നതിലും ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന് വിദേശകാര്യമന്ത്രി പെനി വോങ് ഉപരോധം പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞു. അഡ്ലീഡിൽ മയക്കുമരുന്ന് കടത്ത സംഘത്തിനെതിരെ സൌത്ത് ഓസ്ട്രേലിയൻ പോലീസ് നടത്തിയ വമ്പൻ ഓപ്പറേഷനിൽ 12 പേർ അറസ്റ്റിലായി. ക്രൈം ഗാങ്സ് ടാസ്ക് ഫോഴ്സ് ജനുവരി മുതൽ നടത്തിവന്ന നീക്കത്തിനൊടുവിലാണ് പ്രതികൾ പിടിയിലായത്. ആംഗിൾവെയിൽ, കുറ്റ്ല, സാലിസ്ബറി സൌത്ത് തുടങ്ങി വടക്കൻ സബർബുകളിലെ 15 ഇടങ്ങളിൽ പോലീസ് റെയ്ഡ് നടത്തി. പരിശോധനയിൽ മയക്കുമരുന്നുകൾ, ഗുളികകൾ നിർമ്മിക്കുന്ന 2 പ്രസ്സുകൾ, $42,545, 6 കാറുകൾ, 3 മോട്ടോർ സൈക്കിളുകൾ എന്നിവ പിടിച്ചെടുത്തു. കൂടാതെ പ്രതികളുടെ പക്കൽ നിന്നും തോക്കും കണ്ടെത്തിയിട്ടുണ്ട്. ഇവർക്കെതിരെ മയക്കുമരുന്ന് കടത്ത്, കഞ്ചാവ് കൃഷി തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ ക്രൂരമായ കൊലപാതക പരമ്പരകളിലെ പ്രതി പ്രസിദ്ധ സീരിയൽ കില്ലർ ബെവൻ സ്പെൻസർ വോൺ എനം അന്തരിച്ചു. ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുകയാണ് അന്ത്യം സംഭവിച്ചത്. സൌത്ത് ഓസ്ട്രേലിയൻ പ്രീമിയർ പീറ്റർ മാലിനൌസ്കാസ് ആണ് മരണം സ്ഥിരീകരിച്ചത്. 1983 അഡ്ലീഡിലെ പ്രമുഖ വാർത്താവതാരകനായിരുന്ന റോബ് കെൽവിന്റെ മകൻ 15 വയസ്സുകാരൻ റിച്ചാർഡ് കെൽവിനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലാണ് വോൺ എനം ശിക്ഷിക്കപ്പെട്ടത്. ദി ഫാമിലി എന്നറിയപ്പെടുന്ന കുപ്രസിദ്ധ സംഘവുമായി ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു. 1979-82 കാലഘട്ടത്തിൽ നടന്ന മറ്റ് 4 യുവാക്കളുടെ ദുരൂഹ മരണങ്ങൾക്ക് പിന്നിലും ഈ സംഘമാണെന്ന് പോലീസ് വിശ്വസിക്കുന്നു. എന്നാൽ റിച്ചാർഡ് കെൽവിന്റെ കൊലപാതകത്തിൽ മാത്രമാണ് വോൺ എനം ശിക്ഷിക്കപ്പെട്ടത്. മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത ചിത്രം കളങ്കാവൽ ഓസ്ട്രേലിയൻ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തു. ഡിസംബർ 5-ന് രാജ്യത്തുടനീളമുള്ള തിയേറ്ററുകളിൽ ചിത്രം പ്രദർശനം ആരംഭിച്ചിട്ടുണ്ട്. സൌത്ത് ഓസ്ട്രേലിയ, ക്വീൻസ്ലാൻഡ്, NSW, നോർത്തേൺ ടെറിട്ടറി, വിക്ടോറിയ, ടാസ്മാനിയ തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിലായി 30-ലധികം തിയേറ്ററുകളിലാണ് സിനിമ പ്രദർശനത്തിനെത്തിയിരിക്കുന്നത്. മലയാളി പ്രേക്ഷകർ നിറഞ്ഞ കയ്യടികളോടെയാണ് സിനിമയെ തിയേറ്ററുകളിൽ വരവേൽക്കുന്നത്. മമ്മൂട്ടി കമ്പനി, ദുൽഖർ സൽമാന്റെ വേഫറൻസ് ഫിലിംസ് എന്നിവയുടെ പിന്തുണയോടെ എത്തിയ ചിത്രം റിലീസ് ചെയ്ത എല്ലാ സെന്ററുകളിൽ നിന്നും മികച്ച പ്രേക്ഷക പ്രതികരണമാണ് നേടുന്നത്. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിന്റെ മത്സര ചിത്രം തെളിഞ്ഞു. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഓസ്ട്രേലിയ പരാഗ്വേയുമായും അമേരിക്കയുമായും തുർക്കി, റൊമാനിയ, സ്ലോവാക്യ, കൊസോവോ എന്നിവ തമ്മിലുള്ള യൂറോപ്യൻ പ്ലേ ഓഫ് മത്സരങ്ങളിലെ വിജയിയുമായും കളിക്കും. ലോക റാങ്കിങ്ങിൽ 26-ാം സ്ഥാനത്തുള്ള ഓസ്ട്രേലിയ, 14-ാം സ്ഥാനത്തുള്ള യുഎസും 39-ാം സ്ഥാനത്തുള്ള പരാഗ്വേയും ചേർന്ന് ഗ്രൂപ്പ് ഡിയിലാണ് ഇടം നേടിയിരിക്കുന്നത്. 2026 ജൂൺ 11 മുതൽ ജൂലൈ 19 വരെ അമേരിക്കയും മെക്സിക്കോയും കാനഡയും സംയുക്തമായാണ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. 12 ഗ്രൂപ്പുകളിലായി 48 ടീമുകളാണ് ലോകകപ്പിൽ മാറ്റുരയ്ക്കുന്നത്. ആഷസ് പരമ്പരയിലെ 2ാം ഇന്നിംഗ്സിലും ഇംഗ്ലണ്ടിന് ബാറ്റിംഗ് തകർച്ച. 177 റൺസിന്റെ 1ാം ഇന്നിംഗ്സ് ലീഡ് വഴങ്ങിയ ഇംഗ്ലണ്ട് 2ാം ഇന്നിംഗ്സിൽ 3ാം ദിനം കളി നിർത്തുമ്പോൾ 6 വിക്കറ്റ് നഷ്ടത്തിൽ 134 റൺസ് എന്ന നിലയിലാണ്. 4 റൺസ് വീതമെടുത്ത ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സും വിൽ ജാക്സുമാണ് ക്രീസിലുള്ളത്. 4 വിക്കറ്റ് മാത്രം കയ്യിലിരിക്കെ ഇന്നിംഗ്സ് തോൽവി ഒഴിവാക്കുവാൻ ഇംഗ്ലണ്ടിന് ഇനിയും 43 റൺസ് കൂടി വേണം. 44 റൺസ് എടുത്ത സാക് പ്രൌളി മാത്രമാണ് ഇംഗ്ലണ്ട് നിരയിൽ തിളങ്ങിയത്.
മൂന്നാം ഏകദിനത്തിൽ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ച് ഇന്ത്യ. ഇതോടെ ഏകദിന പരമ്പരയും ഇന്ത്യ സ്വന്തമാക്കി. 9 വിക്കറ്റിന്റെ മിന്നും വിജയമാണ് ഇന്ത്യ നേടിയത്. ദക്ഷിണാഫ്രിക്കയെ ഉയർത്തിയ 271 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ 39.5 ഓവറിൽ 1 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ മറികടന്നു. 121 പന്തിൽ 2 സിക്സറും 12 ഫോറുകളും അടക്കം 116 റൺസ് എടുത്ത ജയ്സ്വാളാണ് ടോപ്പ് സ്കോറർ. താരത്തിന്റെ ആദ്യ ഏകദിന സെഞ്ചുറി കൂടിയാണിത്. എവിടെ ഉണ്ടെങ്കിലും ഓൺലൈനിൽ നമ്മൾ സാധനം ഉണ്ട്. അത് പഞ്ചായത്തിനായാലും ബ്രാഞ്ചൊക്കെയായാലും സർക്കാരിലാണെങ്കിലും മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും 2-3 ദിവസം സംഗതി എത്തിയിരുന്നു. ഇപ്പം വിക്ടോറിയയിലെ എല്ലാ കടയിലും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും മേടിക്കണം. വാൽപ്പാറയിൽ 4 വയസ്സുകാരനെ പുലി കടിച്ചു കൊന്നു. വാൽപ്പാറ ആയിപ്പാടി എസ്റ്റേറ്റിലെ തോട്ടം തൊഴിലാളിയുടെ മകൻ സൈബിളാണ് കൊല്ലപ്പെട്ടത്. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെ പുലി കടിച്ചുകൊണ്ടുപോവുകയായിരുന്നു. കുട്ടിയെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ 6 മാസത്തിനിടെ 3 കുട്ടികളെയാണ് പുലി പിടിച്ചത്. കുട്ടിയുടെ മൃതദേഹം വാൽപ്പാറ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ സമൂഹമാധ്യമത്തിലൂടെ അപമാനിച്ച രാഹുൽ ഈശ്വർ നിരാഹാര സമരം അവസാനിപ്പിച്ചു. ജാമ്യാപേക്ഷ തള്ളിയതിന് തൊട്ടു പിന്നാലെയാണ് തീരുമാനം. രാഹുൽ ഈശ്വറിന്റെ നിരാഹാര രൂക്ഷ വിമർശനമാണ് കോടതി നടത്തിയത്. മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ഇന്ത്യയിൽ തുടരുന്നത് അവരുടെ വ്യക്തിപരമായ തീരുമാനമാണെന്ന് വ്യക്തമാക്കി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സാഹചര്യങ്ങളാണ് മുൻ ബംഗ്ലാദേശ് നേതാവിനെ ഇന്ത്യയിൽ എത്തിച്ചതെന്നും മടക്കവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവർ തന്നെയാണ് തീരുമാനം എടുക്കേണ്ടതെന്നുമാണ് ഇന്ത്യയുടെ നയമെന്നും ജയശങ്കർ പറഞ്ഞു. ഇൻഡിഗോ പ്രതിസന്ധിയിൽ ഇടപെട്ട പ്രധാനമന്ത്രി പ്രശ്നം വ്യോമയാന മന്ത്രാലയം പ്രധാനമന്ത്രി മോദിയെ ധരിപ്പിച്ചു. ക്യാൻസലേഷൻ റീഫണ്ട് നേരിട്ട് അക്കൌണ്ടുകളിൽ എത്തുമെന്ന് ഇൻഡിഗോ അറിയിച്ചു. ഇൻഡിഗോ അധികൃതരെ വ്യോമയാന മന്ത്രാലയം വിളിപ്പിച്ചു. 6 മണിക്ക് ഹാജരാകാനാണ് നിർദ്ദേശം. ഇൻഡിഗോയ്ക്ക് പിഴ ചുമത്തുവാനും ആലോചനയിലുണ്ട്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.